ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പൊതുവെ യൂബറിൽ ഓടാൻ നിൽക്കുന്നവരും നിലവിൽ ഓടുന്നവർക്കും പ്രധാന ഒരു പ്രശ്നമാണ് ഓട്ടം കുറവാണിപ്പം. അപ്പോൾ ആ ഓട്ടം കുറവ് നമുക്ക് പരിഹരിക്കാൻ ചെറിയ കുറച്ച് ട്രിക്കുകളുണ്ട്. ആ ട്രിക്കുകൾ നമ്മളൊന്ന് പരീക്ഷിച്ചു കഴിഞ്ഞാൽ ഒരു 70% നമ്മുടെ ഓട്ടം കുറവ് നമുക്ക് പരിഹരിക്കാൻ പറ്റും. അപ്പോൾ ആ കുറച്ച് ടിപ്സുകൾ എൻ്റെ അനുഭവത്തിൽ നിന്നും എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും എനിക്ക് ഫീൽ ചെയ്ത കുറച്ച് ടിപ്സുണ്ട്. ആ ടിപ്സ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതൊന്നും നമ്മൾ ജസ്റ്റ് ട്രൈ ചെയ്യുവാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ഓട്ടം കുറയുന്നത് നമുക്ക് മാറ്റാൻ സാധിക്കും. ഓട്ടം പഴയ പോലെ ഉണ്ടാവുകയും ചെയ്യും. അപ്പം നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത്, ആദ്യത്തെ 3 മാസത്തെ ഓട്ടം കൊണ്ട് ഒരിക്കലും പുതിയൊരു വണ്ടി എടുക്കാതിരിക്കുക. കാരണം മിക്കവാറും സംഭവിക്കുന്ന കാര്യങ്ങളാണ്. കുറച്ച് നാൾ പുതിയ അക്കൗണ്ട് ഉള്ളവർക്ക് ഒത്തിരി ഓട്ടം യൂബർ നമുക്ക് റെക്കമെൻഡ് ചെയ്യും. കാരണം നമ്മൾ ഇൻഡിപെൻഡൻ്റായി അവരുടെ ഫ്ലീറ്റിലേക്ക് പുതിയ വണ്ടികൾ എത്തിക്കാൻ വേണ്ടി അവരൊരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അപ്പം നമ്മൾ അത് മനസ്സിലാക്കുക. നമ്മൾ സ്വന്തമായിട്ട് വണ്ടി എടുത്ത് ഇൻഡിപെൻഡൻ്റ് ആയി കഴിഞ്ഞാലും പിന്നെ ഒരു മാസം കൂടി ഓട്ടം നമുക്ക് തരും. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ സാധാരണഗതിയിൽ എല്ലായിടത്തും എക്സ്പീരിയൻസ് ആകുന്നതിനനുസരിച്ചാണ് നമുക്ക് ഓട്ടം തരുന്നത്. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ്. അവരുടെ സർക്കിളിൽ വണ്ടി മാക്സിമം കൂട്ടുക, അവർ എവിടെ നിന്ന് ബുക്ക് ചെയ്താലും വണ്ടി കസ്റ്റമറിന് കിട്ടുക. അപ്പോൾ അതിന് മാക്സിമം ഡ്രൈവർമാരും മാക്സിമം യൂബർ വണ്ടികളും ഉണ്ടാകുക. അതാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. അവരുടെ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആക്കുക. അത്രയേ ഉള്ളൂ അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഒരിക്കലും വണ്ടിയുടെ എണ്ണം കൂടുമ്പം ഡ്രൈവർമാരുടെ എണ്ണം കൂടുമ്പോൾ നമുക്ക് ഓട്ടം കുറയാണ് എന്നുള്ളൊരു കോമൺ ഒരു ഇതുണ്ടാവും. കാരണം ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ് ഇതിലും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മാക്സിമം ചാടിക്കയറി വണ്ടി എടുക്കുന്ന തീരുമാനത്തിലേക്ക് എത്താതിരിക്കും. ഇനി നിലവിൽ വണ്ടി എടുത്ത് പെട്ടുപോയവർക്ക് ഓട്ടം കിട്ടാനുള്ള ചെറിയ ടെക്നിക്കുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പം ഇതിൽ ഞാൻ പറയാൻ പോകുന്ന ടിപ്സുകൾ പ്രയോറിറ്റി കുറഞ്ഞത് വെച്ച് അവസാനം വരുന്നതിൽ പ്രയോറിറ്റി, അതായത് ഏറ്റവും ഇമ്പോർട്ടൻസ് ആയ ടിപ്സ് അവസാനം പറയുന്ന രീതിയിലാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പ്രയോറിറ്റി കുറഞ്ഞത് വെച്ച് നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റേറ്റിംഗ്. നമ്മളെപ്പോഴും കസ്റ്റമറോട് നല്ല രീതിയിൽ പെരുമാറുക, മാക്സിമം 5 സ്റ്റാർ ഉണ്ടാകാൻ നോക്കുക. അത് അവരോട് നമുക്ക് റിക്വസ്റ്റ് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. ഒരിക്കലും അവരോട് മോശമായിട്ട് പെരുമാറാതിരിക്കുക. ഓക്കെ, ചെറിയ പൈസയുടെ ടിപ്സൊന്നും നമ്മളൊരിക്കലും ചോദിച്ച് മേടിക്കാൻ പാടില്ല. പിന്നെ എപ്പോഴും നമ്മളതിനകത്ത് ഈ മെട്രിക്സ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. കാരണം നമ്മളതിൻ്റെ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അക്സെപ്റ്റൻസ് റേറ്റ് ആണ്. ഒരിക്കലും അക്സെപ്റ്റൻസ് റേറ്റ്സ് കുറയാൻ പാടില്ല. മാക്സിമം നമ്മൾ ചില യൂബർമാർ ചെയ്ത് കണ്ടിട്ടുണ്ട്. ഓട്ടം കൂടുന്ന പീക്ക് ടൈമിൽ അവർ ചൂസ് ചെയ്യും. കാരണം ഏറ്റവും കൂടുതൽ റെൻറ്റ് കൂടുതൽ കിട്ടുന്ന ഓട്ടം മാത്രം അവർ സെലക്ട് ചെയ്യും. ആദ്യമേ വരുന്ന ചെറിയ ചെറിയ ഓട്ടം, നമുക്ക് തൽക്കാലത്തേക്ക് ഒരു നഷ്ടം വരുന്ന ഓട്ടമാണ് യൂബർ സജസ്റ്റ് ചെയ്താൽ പോലും നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക. കാരണം എൻ്റെ അനുഭവത്തിൽ തൽക്കാലം നമുക്ക് ആ ഒരു ചെറിയ ഓട്ടം ചിലപ്പോൾ നമുക്ക് നഷ്ടമായിരിക്കാം. നഷ്ടമാണെങ്കിൽ പോലും ഓവറോൾ കുറച്ച് നമുക്ക് അത് ലാഭത്തിൽ ആ ഒരു നഷ്ടം നികത്തുന്ന രീതിയിൽ യൂബർ നമുക്ക് വേറൊരു ഓട്ടം എന്തായാലും അന്നത്തെ ദിവസം തന്നെ നമുക്ക് തന്നിരിക്കും. അതുകൊണ്ട് ഒരിക്കലും ലാഭവും നഷ്ടം നോക്കി ഓട്ടം ഓടാതിരിക്കുക. ഓക്കെ, രണ്ടാമത്തെ ട്രിക്ക്, ഒരിക്കലും ക്യാൻസലേഷൻ റേറ്റ് 1% പോലും വരരുത്. നമുക്കൊരു താല്പര്യമില്ലാത്തൊരു ഓട്ടം നമ്മൾ അറിയാണ്ട് ബൈ ചാൻസ് എടുത്ത് പോയിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ ആ ഓട്ടം കംപ്ലീറ്റ് ചെയ്യുക. ഒരിക്കലും നമ്മൾ ക്യാൻസൽ ചെയ്യരുത്. കാരണം ക്യാൻസലേഷൻ റേറ്റ് ഭയങ്കരമായിട്ട് നമ്മുടെ അക്കൗണ്ടിനെ ബാധിക്കും. സോ ഓട്ടം വരുന്ന ഓട്ടം ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും നമ്മൾ മാക്സിമം ഓടുക. പിന്നെ നേരത്തെയൊക്കെ ഓൺലൈൻ ടൈം എന്ന് പറയുന്ന സംഭവം ഒരു ഫാക്ടറായിരുന്നു. പക്ഷെ ഇപ്പം എൻ്റെ അനുഭവത്തിൽ നമ്മൾ ഓൺലൈൻ ടൈം എത്ര മണിക്കൂർ ഇരിക്കുന്നതിലൊന്നും വലിയ കാര്യമില്ല. നമ്മൾ ഓൺലൈൻ വരുന്ന സമയങ്ങളിൽ കാര്യമുണ്ട്. മാക്സിമം നമ്മൾ ഓടുമ്പോൾ ഒരു കോമൺ സെൻസ് വെച്ച് ഉണ്ടാകുന്നൊരു സമയമുണ്ട്. അത് എപ്പോഴും ഒരു 7:30ക്ക് നമ്മൾ ഓൺലൈൻ വരാൻ മാക്സിമം നോക്കുക. ഓക്കെ, പിന്നെ മാക്സിമം ഓൺലൈൻ അവർ കൂട്ടുന്നതിലും വലിയ ഇമ്പോർട്ടൻസ് ഇല്ല എങ്കിലും ഒരു ശരാശരി ഓട്ടം വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു ഇതുണ്ടാവും. അപ്പോൾ മാക്സിമം ഓൺലൈൻ അവർ നമ്മൾ കൂട്ടാൻ ശ്രമിക്കുക. പിന്നെ ഓട്ടം തീരെ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരാഴ്ചത്തേക്ക് ഒരു ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും ഓടുമ്പോൾ നമുക്ക് ഓട്ടം പൊതുവെ കണ്ടുവരാറുണ്ട്. നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെയുള്ളൊരു ട്രിക്കാണ്, കിടക്കുമ്പോൾ നമ്മളെപ്പോഴും ലൊക്കേഷന് പ്രയോറിറ്റി കൊടുക്കുക. കാരണം കൊച്ചിയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആ സ്ഥലങ്ങൾക്ക് പ്രയോറിറ്റി കൊടുത്ത് എവിടെയെങ്കിലും കിടക്കാതെ കിടക്കേണ്ട സ്ഥലങ്ങളിൽ കിടക്കുക. ഒരു പരിധി വരെ അതിലൊന്നും വലിയ കാര്യമില്ല എന്ന് നമുക്ക് തോന്നിയാലും ഒരു പരിധി വരെ അതിൽ കാര്യമുണ്ട്. ഈ ഓട്ടം കിട്ടുന്ന പ്യുവർ ലക്കാണ്. നമ്മുടെ റേറ്റിംഗ്, നമ്മൾ കിടക്കുന്ന ലൊക്കേഷൻ, അങ്ങനെ ഒരുപാട് ഫാക്ടർ വെച്ചാണ് നമുക്ക് ഓട്ടം കിട്ടും. നമ്മുടെ വണ്ടിയുടെ മോഡൽ, അപ്പം അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന കാര്യങ്ങൾ അധികം ഇല്ല എന്നാണ്. അപ്പം ഇത് എപ്പോഴും പ്രധാനപ്പെട്ട 2 ലൊക്കേഷനെ നടുക്ക് കിടക്കാൻ ശ്രമിക്കുക. കാരണം നമ്മളിപ്പോൾ വണ്ടി ട്രിപ്പിന് വേണ്ടി കിടക്കുമ്പോൾ ഇപ്പോൾ ലുലു മോൾ അതൊരു പ്രധാനപ്പെട്ട ലൊക്കേഷനാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഏറ്റവും അടുത്ത് പ്രധാനപ്പെട്ട ലൊക്കേഷൻ നമ്മൾ കിടക്കേണ്ടത്
ഒരിക്കലും ആലുവ ഭാഗത്തേക്ക് തിരിഞ്ഞ് കിടക്കാതെ ലുലു മാളിന് നേരെ വരുന്ന രീതിയിൽ നമ്മൾ കിടക്കുക. അത് നമ്മുടെ വണ്ടിയുടെ ലൊക്കേഷൻ എപ്പോഴും പ്രയോറിറ്റി ഉണ്ട്. കാരണം ഓട്ടം കിട്ടുന്നത് ലുലു മോളിൽ നിന്നായതുകൊണ്ട് ഒരിക്കലും ലുലു മോളിന് വിപരീതമായിട്ട് കിടക്കരുത്. കാരണം ലുലു മോളിൽ നിന്ന് ആലുവയിലേക്ക് ഓട്ടം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് എൻ്റെ അനുഭവത്തിൽ തീരെ കുറവാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ അതിൻ്റെ ഇപ്പുറത്തെ വശത്ത് വന്ന് കിടക്കുക. അതായത് ലുലു മോളിനെ ഫേസ് ചെയ്തുള്ള വശത്തേക്ക് നമ്മൾ കിടക്കാവൂ. അത് എടപ്പള്ളി സൈഡിലേക്ക് ഫേസ് ചെയ്ത് കിടക്കുക. അതായത് നമ്മുടെ ലൊക്കേഷൻ, നമ്മുടെ ഫോണിൻ്റെ ലൊക്കേഷൻ എപ്പോഴും, വണ്ടിയുടെ ലൊക്കേഷൻ എപ്പോഴും അതിന് ചാൻസ് ഉണ്ട്. കാരണം അവർ ഏറ്റവും പെട്ടെന്ന് റൈഡർക്ക് വണ്ടി കിട്ടാവുന്ന രീതിയിൽ കിടക്കുന്ന ലൊക്കേഷനുള്ള വണ്ടിയായിരിക്കും വരുന്നത്. അതുപോലെ തന്നെ ഈ രണ്ട് പ്രധാനപ്പെട്ട ലൊക്കേഷൻ്റെ നടുക്ക് കിടക്കാൻ നോക്കുക. അതായത് നമ്മൾ അവിടെ നിന്നുള്ള ഓട്ടം കിട്ടാൻ സാധ്യതയുണ്ടാവും, ഇവിടെ നിന്നുള്ള ഓട്ടം കിട്ടാൻ സാധ്യതയുണ്ടാവും. ഇതിൽ ഏതെങ്കിലും രണ്ട് സൈഡിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ഓട്ടം കിട്ടാനുള്ള സാധ്യത പ്രയോറിറ്റി കൂടും നമ്മുടെ ലിസ്റ്റിൽ. അപ്പോൾ എപ്പോഴും നമ്മൾ അങ്ങനത്തെ രണ്ട് പ്രധാനപ്പെട്ട ലൊക്കേഷൻ നടുക്ക് കിടക്കാൻ ശ്രമിക്കുക. പിന്നെ ഹൈവേകളിൽ കിടക്കുമ്പോൾ സർവീസ് റോഡിൽ നിന്ന് നമുക്ക് പുറകിൽ നിന്ന് വരുന്ന ഓട്ടം കിട്ടാനുള്ള സാധ്യത കൂടുകയും ചെയ്യണം, മുന്നിൽ നിന്നുള്ള ഓട്ടം കിട്ടാൻ സാധ്യത കൂടുതലുള്ള രീതി കിടക്കുക. അതിന് ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മളെപ്പോഴും കിടക്കുമ്പോൾ ടേൺ, പുറകിൽ നിന്നുള്ള ഓട്ടം കിട്ടാനുള്ള സാധ്യത കൂടണമെങ്കിൽ എപ്പോഴും ടേൺ ഏറ്റവും അടുത്തുള്ള ടേണിൻ്റെ ആ സ്ഥലത്ത് വന്ന് കിടക്കുക. അപ്പോൾ നമുക്ക് മുന്നിൽ നിന്ന് ഓട്ടം കിട്ടുമ്പോൾ മുന്നോട്ടും പോകാൻ പറ്റും. അഥവാ പുറകിൽ നിന്നാണ് ഓട്ടം കിട്ടുന്നതെങ്കിൽ നമുക്ക് പുറകിലേക്ക് ടേൺ എടുത്ത് പോയി ആ ഓട്ടം എടുക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് അങ്ങനെ കിടക്കാവുന്നതാണ്. അതായത് എപ്പോഴും നമ്മുടെ വണ്ടിയുടെ ലൊക്കേഷൻ, നമ്മുടെ ലൊക്കേഷൻ ഏറ്റവും മെയിൻ ടാർഗറ്റായി പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻറ്റ് സ്ഥലത്തിനെ ഫേസ് ചെയ്തായിരിക്കണം നമ്മുടെ വണ്ടി എപ്പോഴും കിടക്കേണ്ടത്. പിന്നെ സ്ഥിരമായിട്ട് നമ്മൾ ഒരേ സമയത്ത് ഓൺലൈനിൽ വരാനും ഒരേ സമയത്ത് ഓഫ്ലൈനും പോകാനും ശ്രദ്ധിക്കുക. കാരണം നിരന്തരം നമ്മുടെ ഒരു റൂട്ട് അനലൈസ് ചെയ്തതിന് ശേഷം നമുക്ക് സ്ഥിരമായിട്ട് അതായത് നമ്മുടെ വീട്ടിലേക്ക് ഇപ്പോൾ രാവിലെ നമ്മൾ ഇന്ന സ്ഥലത്ത് 7:30ക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് നമ്മൾ ആ ഒരു സമയത്ത് അവിടെ ഓൺലൈൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഓൺലൈൻ ആവുകയാണെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ട് അവിടെ നിന്ന് ഓട്ടം കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഒരു 10:30ക്കാണ് രാത്രി നിർത്തുന്നതെങ്കിൽ സ്ഥിരമായിട്ട് നമ്മൾ എങ്ങോട്ടാണോ പോകുന്നത് ആ ലൊക്കേഷൻ ബേസ് ചെയ്ത് നമുക്ക് ആ 10:30 ആകുമ്പോൾ നല്ല ഓട്ടങ്ങൾ നമുക്ക് കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പിന്നെ ഓട്ടം ഉള്ള സമയങ്ങളിൽ മാക്സിമം ഓടിക്കോളുക. അന്ന് ഉറക്കം നിന്ന് ഓടാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഓടുക. കാരണം എപ്പോഴും ഈ ഓട്ടം ഉണ്ടാകത്തില്ല. നാളെ നമുക്ക് ഓടാമല്ലോ എന്നുള്ള രീതിയിൽ പിന്നത്തേക്ക് ആ ഓട്ടം എടുക്കാതിരിക്കുക. മാക്സിമം ഉള്ള ദിവസം ചില ദിവസങ്ങളിൽ അങ്ങനെയാണ്, നമ്മളെ റെസ്റ്റ് ചെയ്യാനേ സമ്മതിക്കത്തില്ല, ഓട്ടം വരും. അങ്ങനെ ഓട്ടം വരുന്ന രീതിയിൽ മാക്സിമം 14 മണിക്കൂർ നമ്മൾ ഓടാൻ വേണ്ടി തന്നെ ശ്രമിക്കുക. ഓട്ടം പിന്നത്തേക്ക് മാറ്റി വെക്കരുത്. വണ്ടിയുടെ കണ്ടീഷൻ എപ്പോഴും ഇമ്പോർട്ടൻസ് ആണ്. കാരണം റേറ്റിങ്ങിൽ പെടുന്നൊരു കാര്യം. അപ്പോൾ ഒരിക്കലും വണ്ടിക്ക് അപശബ്ദമായ ശബ്ദങ്ങളോ മറ്റുള്ള മെക്കാനിക്കൽ ഇഷ്യൂസ് ഒന്നും വരാതെ വണ്ടി എപ്പോഴും സൂക്ഷിക്കുക. വണ്ടി എപ്പോഴും നീറ്റായിട്ട് സൂക്ഷിക്കുക. ഓവർ സ്പീഡ് എടുക്കാതിരിക്കുക. അതൊക്കെ റേറ്റിങ്ങിൻ്റെ ഭാഗമാണ്. എന്നാലും ഞാനത് പറയുന്നതേ ഉള്ളൂ. ഓട്ടം തീരെ ഇല്ലെങ്കിൽ നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ ഒരു അരമണിക്കൂർ കൂടുതൽ കിടക്കാതിരിക്കുക. ഒരു അരമണിക്കൂർ നമ്മൾ സ്ഥലത്ത് തന്നെ കിടന്നു, ആ സ്ഥലത്ത് നമുക്ക് ഓട്ടം ഇല്ല എന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ നമ്മൾ മുന്നോട്ടോ പിന്നോട്ടോ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓട്ടം കണ്ടുവരാറുണ്ട്. പിന്നെ തീരെ ഓട്ടം ഇല്ലെങ്കിൽ നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ കിടക്കാതിരിക്കുക. ജസ്റ്റ് ഇമ്പോർട്ടൻ്റായ സ്ഥലങ്ങളിൽ കൂടി ജസ്റ്റ് വണ്ടി മൂവിങ് ആണെങ്കിൽ നമുക്ക് പുതിയ പുതിയ ഓട്ടം കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. വൺസ് നമുക്കൊരു ഓട്ടം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കണക്ട് ചെയ്ത് അടുത്തടുത്ത സ്ഥലങ്ങളിൽ ഓട്ടം കിട്ടുന്നതാണ്. ഇതുപോലെ ഒരുപാട് ട്രിക്സും കാര്യങ്ങളൊക്കെ ഇനിയുണ്ട്. പക്ഷേ നമുക്കത് എല്ലാം കൂടെ ഒറ്റ ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം നമുക്ക് ഇന്ന് ഇതുകൊണ്ട് ക്ലോസ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടും അതിൻ്റെ പ്രധാനപ്പെട്ട ലൊക്കേഷൻ, എവിടെ കിടന്നാൽ ഓട്ടം കിട്ടും, ഏത് സമയത്ത് കിടന്നാലാണ് ഓട്ടം കിട്ടുന്നത്, തിരക്കുള്ള ദിവസങ്ങൾ ഏതൊക്കെയാണ്, അങ്ങനെയൊക്കെ നമുക്ക് ഓട്ടം എങ്ങനെ ഉണ്ടാകാം എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോ നോക്കാം. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്.